എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എല്ലാവരുടെ ഒരു ആഗ്രഹമാണല്ലോ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിടക്കണമെന്നുള്ള കാര്യം. നമ്മൾ പാർലറിൽ പോയി പൈസയൊക്കെ കളഞ്ഞ് ഇതുപോലെ സ്ട്രെയിറ്റനിങ്ങും പെർമനൻറ്റ് സ്മൂത്തനിങ്ങും ഒക്കെ ചെയ്യത്തില്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് നന്നായിട്ട് ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ആ സമയത്തൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ മുടി ഇങ്ങനെ ആക്കി നമ്മൾ തലേദിവസമൊക്കെ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് അത് ഇട്ടുകൊണ്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഏത് പ്രായക്കാർക്കും ഇത് ചെയ്യാവുന്നതാണ്. അതിന് പ്രായപരിധിയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. അപ്പം നമുക്ക് ആ അടിപൊളി സ്മൂത്തനിങ് ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ വീഡിയോ മുമ്പോട്ട് പോകുന്നതും മറ്റുള്ളവരിലേക്ക് എത്തുന്നതും. നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരമാകട്ടെ അല്ലേ, എന്നാലല്ലേ ഉള്ളൂ നമുക്കൊരു സന്തോഷമുള്ളൂ. അപ്പോൾ നമ്മൾ അതുപോലെ സ്നേഹത്തോടെ തന്നെ ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് തരിക. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വാട്സപ്പിൽ വരുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട്. പിന്നെന്താ പറയുക, നിങ്ങൾ മെസ്സേജ് അയച്ച് വോയിസ് മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതി, ഞാൻ അതിന് റിപ്ലൈ തന്നോളാം. അപ്പോൾ ഇപ്പോൾ ഇത്തിരി തിരക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് റിപ്ലൈ തരാത്തത്. അപ്പം നമ്മുടെ ഓയിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓയിലിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ട് കുറച്ച് തിരക്കാണ്. നമ്മൾ ഒരുപാടൊന്നും സെയിൽ ചെയ്യുന്നില്ല. നമുക്ക് അത്യാവശ്യം 1-2 ബോട്ടിലൊക്കെ ഇങ്ങനെ അത്യാവശ്യം പറയുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ. നമ്മൾ അല്ലാതെ ബൾക്കായിട്ട് വെച്ചുള്ളൊരു പരിപാടിയില്ല. എനിക്ക് വേണ്ടി വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു ഓയിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത് അവർക്ക് ആ റിസൾട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വാട്സപ്പിൽ വരുമ്പോൾ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ എന്നെ റിപ്ലൈ തന്നോളാം. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്മൂത്തനിങ് ക്രീം തയ്യാറാക്കുന്നത് നോക്കിയാലോ. മുടി സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ 5 വെണ്ടയ്ക്ക വേണേ. ഇതുപോലത്തെ ചെറിയ 5 വെണ്ടയ്ക്ക, 5 or 6 എടുക്കാൻ കുഴപ്പമില്ല. ഇത് 6 ഉണ്ട് കേട്ടോ, 6 വെണ്ടയ്ക്ക ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴ, ഇതുപോലത്തെ 2 കറ്റാർവാഴ പീസ് എടുക്കുക. എന്നിട്ടിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുക. അതിൻ്റെ കറയെല്ലാം പോകണം കേട്ടോ. 5 മിനിറ്റ് വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കണേ. പിന്നെ അതുപോലെ വേണ്ടത് കോൺഫ്ലവറാണ് വേണ്ടത്. അപ്പം ഞാൻ ഈ കറ്റാർവാഴയുടെ ജെല്ല് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇത് വെണ്ടയ്ക്ക ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അലോവേരയുടെ ജെല്ലെല്ലാം ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചുകൊണ്ട് വരാം. നമ്മൾ അലോവേരയുടെ ആ പീസെല്ലാം കൂടെ ജെല്ലെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, നമ്മുടെ വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വേവിച്ചെടുക്കണം. എങ്ങനെയാണെന്ന് കാണിക്കാവേ. വെണ്ടയ്ക്കാക്കി അകത്തോട്ട് ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആ വേകാനുള്ള കുറച്ച് വെള്ളം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതുണ്ട് പച്ചനിറം പോലെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വഴിവഴാന്നത് ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ചെറിയ രീതിയിൽ കിടക്കട്ടെ. ചെറിയ രീതിയിലിട്ടിട്ട് 5 മിനിറ്റ് വേവിക്കണം. ആദ്യം തിളച്ചതിന് ശേഷം ചെറിയ രീതിയിലിടണേ. സിമ്മിലിട്ടിട്ട് ഇങ്ങനെ പതിയെ അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്ക എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റോളം നമ്മളിതിട്ട് വേവിക്കാനിട്ടായിരുന്നു. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം കേട്ടോ. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ചൂടോടുകൂടി ഒരിക്കലും അരച്ചെടുക്കരുത്. നമ്മുടെ ആ ഒരു മിക്സിയിൽ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ അത് പൊങ്ങി വരും. അതുകൊണ്ട് തണുത്തിട്ട് മാത്രമേ അരച്ചെടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതായിട്ട് ഞാൻ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോൺഫ്ലവറിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ കോൺഫ്ലവറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കോൺഫ്ലവർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കട്ടയായിട്ട് പോകും. കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്, ഗ്യാസിൽ തീ കത്തിച്ചിട്ടുണ്ട്. നമ്മളിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന പോലെ തന്നെ, ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ.
എന്നാലും നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഈ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു അലോവേര ജെല്ലിൻ്റെ ആ മിക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അലോവേര ജെല്ല് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചില്ലേ, അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതുകൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ മാറ്റി വെക്കാം കേട്ടോ. തണുത്തതിന് ശേഷം നമുക്ക് വേറെ 2 സാധനങ്ങളോട് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രീം പരുവത്തിലിരിക്കും. ഇനി നമുക്കതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം, ഒരു ടേബിൾ സ്പൂൺ അടുത്ത് മതി കേട്ടോ, കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ ആ ക്രീമെല്ലാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. എന്നാൽ മാത്രമേ നല്ലതായിട്ട് യോജിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീം പരുവത്തിൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ തലയിൽ പുരട്ടേണ്ടത്. എന്നാലേ നമ്മുടെ മുടിയിലോട്ട് പിടിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാട് കോക്കനട്ട് ഓയിലൊന്നും വേണ്ട. ഇപ്പോൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതിൽ അത് ഉപയോഗിക്കാം കേട്ടോ. മുറുക്കെ വെളിച്ചൊന്നും പാടില്ലേ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മുടിയിലെ എന്താ പറയുക ഉടക്കെല്ലാം എടുക്കാം. ജടയെല്ലാം എടുത്ത് നല്ലതായിട്ട് കോമ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ കോമ്പ് ചെയ്യുമ്പോൾ എന്നാ ചെയ്യണം, നമ്മുടെ ഈ പല്ല് അകന്ന വേറൊരു ചീപ്പുണ്ടായിരുന്നു എൻ്റെ ഈ പല്ല് കുറച്ച് അകന്ന ചീപ്പുണ്ട്, അതിപ്പോൾ കാണുന്നില്ല തപ്പിയിട്ട്. അപ്പോൾ ഈ പല്ല് അകന്ന് നല്ലോണം അകന്ന ഭാഗം കൊണ്ട് വേണം നമ്മുടെ മുടി ഈരാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവും. ആരും പെട്ടെന്ന് തന്നെ മുടി ആ ഒരു ചെടയോട് കൂടി തന്നെ ചീപ്പ് ചീരുമ്പോഴത്തേനാണ് മുടിയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചീവണം, ഇങ്ങനെ എടുക്കുക, നമ്മൾ ഇങ്ങനെ തേക്ക്. ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് വേണം നമ്മൾ തേക്കാനായിട്ട്. എന്നാലും എല്ലാ മുടിയിലോട്ട് നമുക്ക് പിടിക്കത്തുള്ളൂ. പായ്ക്കിടുന്ന പോലെ തന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കുന്ന മൊത്തം. ഉണ്ടോ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നു. അപ്പം ഞാനിത് മുടി മൊത്തം തേച്ചിട്ട് കാണിക്കാം, അത്രയും സമയം പോകുമല്ലോ. അപ്പോൾ ഞാൻ മുടിയിൽ ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തേച്ച് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്നൊരു കോമ്പ് വെച്ചിട്ട് പല്ലകൽച്ചുള്ള ഭാഗം കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് കോമ്പ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കേളി ഹെയർ ചുരുണ്ട മുടിക്കാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കോമ്പ് ചെയ്തിങ്ങനെ നമ്മൾ പാർലറിലൊക്കെ ഇങ്ങനെ പിന്നെ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചീവി വെക്കത്തില്ലേ, അതുപോലെ ചീവി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കൂടും. അപ്പോൾ എൻ്റെ ഇങ്ങനെ സ്ട്രൈറ്റ് ഹെയർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് അരമണിക്കൂർ, ഞാൻ എൻ്റെ മുടി അരമണിക്കൂറാണ് വെക്കുന്നത്. നിങ്ങൾക്കൊരു കേളി ഹെയറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് എത്രയോ പിടിക്കുന്നത് അത്രയും നല്ലതാണ്. പിന്നെ ഒരുപാട് ജലദോഷവും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് നമുക്ക് കഴുകിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ മുടിയെല്ലാം വാഷ് ചെയ്തു. പ്ലെയിൻ വാഷാണ് ചെയ്തത്. ശ്രദ്ധിക്കുക, ഒരിക്കലും ഷാമ്പൂ കണ്ടീഷണർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് ഷാമ്പൂ ചെയ്ത ഹെയറിലാണ് നമ്മൾ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്തത്, സ്മൂത്തനിങ് പായ്ക്ക്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യേണ്ട, നല്ല ഷൈനിങ് ആണ്. നിങ്ങൾ നോക്കി, നല്ല തിളക്കവുമാണ്. അപ്പോൾ നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ചെയ്തുകൊണ്ട് പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അയണിങ് മെഷീൻ മേടിച്ച് വെക്കുക. ജസ്റ്റ് ആ ഫംഗ്ഷൻ്റെ സമയത്ത് മാത്രം ഒന്ന് ഇതുപോലെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേയോ ഹെയർ പ്രൊട്ടക്റ്റിംഗ് സിറമോ ഉപയോഗിച്ചൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അയണിങ് മെഷീൻ വെച്ച് അയൺ ചെയ്തിട്ട് വേണം നല്ല തിളങ്ങി നമ്മുടെ സ്മൂത്തനിങ് ചെയ്ത ഹെയറിനെക്കാട്ടി സൂപ്പറായിട്ട് കിടക്കും. അതുപോലെ തന്നെ വേവി ഹെയറും കേളി ഹെയറും ഒക്കെ ഉള്ളവർ അയണിങ് മെഷീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം അവരുടെ ചുരുണ്ട മുടിയാണല്ലോ, എന്നാലും അവരുടെ മുടി നല്ല തിളങ്ങി പളുപളാന്നിരിക്കും. പക്ഷേ അയണിങ് കൂടെ ചെയ്യുവാണെങ്കിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സ്മൂത്തനിങ് ചെയ്ത ഹെയർ പോലെ തന്നെ നല്ല നീളത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ അവർക്കൊരു 3-4 ദിവസം വാഷ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ 3-4 ദിവസം അതുപോലെ തന്നെ കിടക്കുന്നതായിരിക്കും കേട്ടോ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് പറ. എനിക്കിത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഈ മുടി ഒരാഴ്ചയോളം ഇങ്ങനെ നല്ല രീതിയിൽ കിടന്നു. ഞാൻ വെറുതെ പ്ലെയിൻ വാഷ് ചെയ്തേ ഉള്ളൂ, ഡെയിലി ഒന്നും ചെയ്യാതെ തന്നെ നോക്കിയപ്പോൾ 3-4 ദിവസം നല്ലതായിട്ട് പട്ട് പോലെ ഷൈനിങ് ആയിട്ട് തന്നെ കിടന്നു. നിങ്ങൾക്ക് അയണിങ് മെഷീൻ ഉപയോഗിച്ച് അയൺ ചെയ്യാം. സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കേളി ഹെയറും ബേബി ഹെയർ ചെറിയ ചുരുണ്ട മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ
പ്ലെയിൻ വാഷ് ചെയ്യുക. ഈ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പ്രൊട്ടക്റ്റിംഗ് സിറമോ സ്പ്രേയോ ചെയ്തിട്ട് നിങ്ങൾ അയൺ ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ ഒരു മനുഷ്യർ പറയുന്നത് നിങ്ങളോട് ചോദിക്കും നിങ്ങൾ അയൺ ചെയ്താണ് നിങ്ങൾ സ്മൂത്തനിങ് ചെയ്താണെന്ന് ചോദിക്കുക. അതേ രീതിയിൽ കിടക്കും. അപ്പോൾ നല്ല സിൽക്കി ആയിട്ടും ഷൈനിങ് ആയിട്ടും കിടക്കാനായിട്ട് ഈ ഒരു പായ്ക്ക് നമുക്ക് അതിന് മാത്രമല്ല നമ്മൾ മാസത്തിലൊരിക്കൽ ഇത് ഉപയോഗിച്ച് പോകാം. ഒരു കുഴപ്പമില്ല. നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കും. പിള്ളേർക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് ഇടയ്ക്ക് ചെയ്തു പോകുന്നതാണ് കേട്ടോ, ഇതുപോലെ പട്ടുപോലെ സോഫ്റ്റായിട്ട് മുടി കിട്ടാനായിട്ട്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നല്ല റിസൾട്ടാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.